ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ ഓൾ ഇന്ത്യ റൈഡിൻ്റെ പ്രിപ്പറേഷൻ്റെ ഭാഗമാണ്. അപ്പം ഞാൻ വണ്ടി സർവീസെല്ലാം കഴിഞ്ഞ് കൊണ്ടുവന്ന് വെച്ചു. ഞാൻ ഉണ്ടല്ലോ ഈ ഒരു എക്സ്പൾസ് 200 എടുത്തപ്പം ഇതിൻ്റെ ഏറ്റവും വലിയൊരു നമ്മളൊരു ലോങ് റൈഡൊക്കെ പോകുമ്പോഴുള്ള ഏറ്റവും വലിയൊരു നെഗറ്റീവ് പാർട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടയറിൻ്റെ പോർഷനാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ട്യൂബാണ്, ട്യൂബ്ലെസ് അല്ല ടയർ, ഇത് ട്യൂബാണ്. ബേക്കിൻ്റെ ടയറും ട്യൂബ് തന്നെയാണ്. നിങ്ങൾക്കറിയാം ഓഫ് റോഡറാണ്, അന്നേരം ഇപ്പം വണ്ടി വലിയ ഗട്ടറിലൊക്കെ എടുത്ത് ചാടുന്നൊക്കെ സമയത്ത് ആ ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലത്തെ ഇത് കമ്പി യൂസ് ചെയ്തിട്ടുള്ള ടയർ യൂസ് ചെയ്യുന്നത്. നമ്മളുടെ മറ്റേ ടൈപ്പ് അലോയ് വീൽസ് ആണെങ്കിൽ ചിലപ്പോൾ അത് ബെൻഡായി പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അന്നേരം ഇതിന് ട്യൂബ്ലെസ് ആക്കാനും പറ്റത്തില്ല. അപ്പം ഞാൻ അതിനൊരു സൊല്യൂഷൻ തപ്പി ഇങ്ങനെ കുറേ സെർച്ചെല്ലാം ചെയ്ത് കഴിഞ്ഞ് എനിക്കിപ്പം അതിൻ്റെ ഒരു സൊല്യൂഷൻ കിട്ടിയിട്ടുണ്ട്. അത് ജസ്റ്റ് നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇപ്പം നമ്മളുടെ ഇപ്പോൾ പോകുന്നതിന് മുമ്പുള്ള ഫസ്റ്റ് പ്രൊസീജിയറാണ് നമുക്ക് നമ്മുടെ പഞ്ചർ ഇഷ്യൂസ് സോൾവ് ചെയ്യാന്നുള്ളത്. അതിൽ ഞാൻ അവസാനം സെർച്ച് ചെയ്ത് ഞാൻ വന്നെത്തിയത് ഇത് കണ്ടോ, നമ്മുടെ ഫോർമുല എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു എന്താ പറയുക നോ പങ്ചർ കിറ്റ്, അതായത് പഞ്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന കിറ്റാണിത്. ഇത് ISO സർട്ടിഫൈഡ് ആണ്, മെയ്ഡ് ഇൻ UK ആണ് ഈ പ്രോഡക്റ്റ്. ഇത് ആക്ച്വലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതൊരു ജെല്ലാണ്, ജെൽ ടൈപ്പാണ്, ലിക്വിഡല്ല ജെല്ലാണ്. ഇത് നമ്മുടെ ട്യൂബിൻ്റെ ഉള്ളിൽ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ട്യൂബിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. ഫില്ല് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു പഞ്ചർ ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലുള്ള ജെല്ല് വിത്ത് റബ്ബർ പാർട്ടിക്കിൾസ് ആ ഒരു ടൈറ്റ് ഇതിലേക്ക് പുറത്തേക്ക് വരും. പുറത്തേക്ക് വരുന്ന സമയത്ത് അത് റബ്ബറുമായിട്ട് കൂട്ടി ചെയ്ത് ആ ഒരു പഞ്ചർ ഓട്ടോമാറ്റിക്കായിട്ട് അടയും. അപ്പോൾ നമുക്ക് പിന്നെ എയർ പോകത്തില്ല, കൂടാതെ നമ്മൾ എക്സ്ട്രാ പഞ്ചർ ഒട്ടിക്കേണ്ട ആവശ്യവും കാര്യങ്ങളും വരുന്നില്ല. അപ്പോൾ അതാണ് ഈ ഒരു ഫോർമുല എക്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ ഞാനിതിൻ്റെ ഇൻസ്റ്റാളേഷന് വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യമേ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉള്ളതെന്നുള്ളത് നോക്കാം. നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഒരു കാർഡ്ബോർഡ് ബോക്സിലാണ് കേട്ടോ ഇത് വരുന്നത്. ഇതിൻ്റെ പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ MRP വന്നിട്ട് 1399 രൂപ. ഇതുകൊണ്ട് MRP 1399 രൂപയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ നമുക്ക് ഞാൻ പറഞ്ഞില്ല ജെല്ല്, 2 ജെല്ലാണ് വരുന്നത്. ഇതിപ്പം ഫ്രണ്ട് ടയറിനാണ് 325 ml ഫ്രണ്ട് ടയറിന്. ഇത് ഓരോ ബൈക്കിനനുസരിച്ചും വ്യത്യാസം വരും. ഇതിപ്പോൾ Xpulse 200 വേണ്ടിയിട്ടുള്ള ജെൽ കിറ്റാണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയർ ടയറിൻ്റെ 500 ml റിയർ ടയറിൻ്റെ ജെല്ലാണ്. അയ്യോ താഴെ വീണു പോയില്ല. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു റോളർ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പിന്നെ ഇത് ട്യൂബിലോട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു കണക്ടറും, പിന്നെ ഇതിൻ്റെ വാൽവ് അഴിക്കാൻ വേണ്ടിയിട്ടൊരു സാധനം, പിന്നെ ഒരു ഇരുമ്പിൻ്റെ ഒരു കമ്പി പോലത്തെ ഒരു സാധനം. ഇത് നമ്മൾ ക്ലോട്ടായിട്ടുണ്ടെങ്കിൽ ക്ലോട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ പ്രൊസീജിയറൊക്കെ പറഞ്ഞുകൊണ്ടുള്ള അതിൻ്റെ ഒരു പ്രൊസീജിയർ ഷീറ്റ് കാര്യങ്ങളും വരുന്നുണ്ട്. വീട്ടിൽ സ്വന്തമായിട്ട് എയറൊക്കെ അടിക്കാൻ ഫെസിലിറ്റി ഉള്ളവർക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ഇവിടെ അതിനുള്ള കാര്യങ്ങളൊന്നുമില്ല. എന്നപ്പോൾ ഞാൻ നേരെ ഒരു ടയർ ഷോപ്പിലോട്ട് പോയിട്ട് ഇതിൻ്റെ ബാക്കത്തെ ടയറിലും ഫ്രണ്ടിലത്തെ ടയറിലും അത് ഫില്ല് ചെയ്തിട്ട് എയർ കൂടി അടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഇത് എയർ അടിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഇവർ പറയുന്നുണ്ട് 10 കിലോമീറ്റർ 40 കിലോമീറ്റർ സ്പീഡിൽ മെല്ലെ ഓടിക്കുന്നു. അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ടയറിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആ ജെല്ലി സ്പ്രെഡ് ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ നേരെ നമ്മുടെ ഒരു ടയർ ഷോപ്പിലേക്ക് പോട്ടെ. നമ്മൾ ടയർ ഷോപ്പിൽ വന്നു. ഫസ്റ്റ് ഇതിൻ്റെ കാറ്റഴിക്കണം. അതിൻ്റെ വാൽവ് കഴിക്കണം. വേണ്ട ഇതല്ലേ വാൽവ്? പിന്നെ അത്രയല്ലേ ഉള്ളൂ? ഓക്കെ, അത്രയും മതി. ഇത് പുറകിട്ട് അഴിച്ചു, കാരണം എനിക്ക് കാറ്റ് അഴിച്ച് പരിചയമില്ല. പിന്നെ പ്രത്യേകമായിട്ടൊരു കാര്യം, ഇതിനകത്ത് നൈട്രജനോ നോർമൽ എയറോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മാറ്റുന്നവർക്ക് ഇന്ന എയർ തന്നെ അടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിൻ്റെ വാൽവ് എടുത്തോ? ഓക്കെ, വാൽവ് അഴിച്ച് മാറ്റാൻ മറക്കരുത്. സോ നമുക്ക് ഐറ്റം എടുക്കാം. നമുക്ക് ആദ്യം ഫ്രണ്ട് ടയർ 325 ml ഫ്രണ്ട് ടയറിന് വരുന്നത്. നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഫ്രണ്ട് ടയർ ഫില്ല് ചെയ്യാം. ഇതാണ് കണക്ടർ വരുന്നത്. ഇതിൻ്റെ ഓറഞ്ച് ടൈപ്പ് ഭാഗം ഇതിൻ്റെ ഒരു ബോട്ടിൽ കണക്ട് ചെയ്യണം. അതിന് ശേഷം ഇതിൻ്റെ എൻഡ് വന്നിട്ട് ഇവിടേക്ക് കണക്ട് ചെയ്യണം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇത് റോള് ചെയ്തിട്ട് എൻഡ് വരെ എയർ ഇല്ലാത്ത രീതിയിൽ പ്രസ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവരണം. ഓക്കെ,
മുഴുവൻ ഒട്ടും വേസ്റ്റ് ആക്കാതെ തന്നെ ഫുള്ള് നമ്മൾ ഉള്ളിലോട്ട് ഫില്ല് ചെയ്യണം. ഈസി ആയിട്ട് പോകുന്നുണ്ട്, വലിയ തടസ്സങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ജെല്ലെന്ന് പറയുന്നത് ഓരോ വണ്ടിക്കനുസരിച്ചും മാറ്റം ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഓരോ വണ്ടി അനുസരിച്ച് നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഏതാ വണ്ടി എന്നുള്ളത് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. സെലക്ട് ചെയ്തതിന് ശേഷം അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പാക്ക് സൈസ് തന്നെ സെലക്ട് ചെയ്യാൻ വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ടെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഓവർ കോട്ടിങ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല. കൂടാതെ ഇത് ബൈക്കിന് വേണ്ടി മാത്രമുള്ളതല്ല, നിങ്ങൾക്ക് കാറിലോ വലിയ വലിയ വാഹനങ്ങളിൽ വരെ യൂസ് ചെയ്യാൻ പറ്റും. നമുക്കിത് കണക്ട് ചെയ്യാം. ഫുള്ളായിട്ട് അതിൻ്റെ ഉള്ളിൽ ആയിട്ടുണ്ട്. ആയിട്ടോ നമ്മളതിൻ്റെ വാൽവിട്ട് ടൈറ്റ് ചെയ്തു. ഇനിയിപ്പം ബാക്കത്തേയും കൂടി ഫില്ല് ചെയ്തിട്ട് നമുക്ക് വണ്ടി ഒന്ന് ഓടിക്കാം. ഇതിപ്പോൾ ഇതിൻ്റെ അകത്ത് ഒട്ടും വേസ്റ്റേജ് വന്നിട്ടില്ല. ഫുള്ള് നമ്മുടെ ഫ്രണ്ട് ടയറിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. മുമ്പത്തേനേക്കാളും കൂടുതൽ ML 500 ml ബേക്കത്തിന് വരുന്നത്. സോ നമ്മൾ കറക്റ്റ് പൊസിഷനിൽ ഇട്ടു. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഫില്ല് ചെയ്തുകൊണ്ടിരിക്കും. എങ്ങനെ മഞ്ഞേൻ്റെ ഗാഡിയിൽ വീഴണം കറക്റ്റായിട്ട്. കറുപ്പിൻ്റെ മഞ്ഞേൻ്റെ ഗാഡിയിൽ കറക്റ്റ് ഇടുക. ഇത് റബ്ബർ പാർട്ടിക്കിൾസ്. ഈ ജെല്ലിൻ്റെ കൂടെ തന്നെ റബ്ബർ പാർട്ടിക്കിൾസ്, ഈ ബ്ലാക്ക് കളറിൽ കാണുന്ന റബ്ബർ പാർട്ടിക്കിൾസാണ്. അത് ടൈറ്റായിട്ടുള്ള ഒരു പഞ്ചറാകുന്ന സമയത്ത് ഹോള് ടൈറ്റാകും. ടൈറ്റാകത്ത് അതിലേക്ക് കൂടി പുറത്തോട്ട് വരുന്ന സമയത്ത് അത് റബ്ബറുമായിട്ട് ജോയിൻ്റ് ആവും. അങ്ങനെ ബേക്കത്തെ ടയറിന് നമ്മൾ മുഴുവൻ അതിൻ്റെ അകത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എയർ ഫില്ല് ചെയ്യാം. 10 കിലോമീറ്റർ 40 കിലോമീറ്റർ സ്പീഡിൽ 10 കിലോമീറ്റർ എണ്ണ ചെയ്യുന്നു. സാധനം സെറ്റാക്കുന്നു. അങ്ങനെ വണ്ടി പോയതാണ്. അങ്ങനെ നമ്മൾ 2 ടയറിനും നമ്മുടെ 4X ജെൽ ഇൻസ്റ്റാൾ ചെയ്തു, സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം 10 കിലോമീറ്റർ നമ്മൾ 40 കിലോമീറ്റർ സ്പീഡിൽ പതുക്കെ ഓടിക്കണം. അതിൻ്റെ ചുറ്റും എല്ലാ ഭാഗത്തും അത് സ്പ്രെഡ് ആവണം. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് പഞ്ചർ വന്നിട്ടുണ്ടെങ്കിലും നമുക്ക് പ്രശ്നമില്ല. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ കുറച്ച് കിലോമീറ്റർ ഓടിച്ച് ദൂരെ ഓടിക്കട്ടെ. അങ്ങനെ 10 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഏകദേശം 24 കിലോമീറ്റർ മേലെ ഓടി നമ്മുടെ സാധനം അതിൻ്റെ അകത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ആ ജെല്ലില്ല, ജെല്ലെന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ്റെ സൈഡിലുണ്ടാകും. ഈ ഒരു ടയർ മുഴുവനല്ല, ഈ ഒരു പോർഷനിൽ മാത്രമായിട്ട്. ഇതാണ് റിപ്പയറബിൾ ഏരിയ എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയയിൽ ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലുമൊക്കെ പഞ്ചർ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ജെല്ല് റിപ്പയർ ചെയ്യും. ഫ്രണ്ടിൽ അതുപോലെ തന്നെയാണ്. അപ്പം ഇനി പഞ്ചറിനെ പേടിക്കാതെ ഓൾ ഇന്ത്യ റൈഡ് പോയിട്ട് വരാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കും ഇങ്ങനെ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ഇത് ഫോർമുല എക്സ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പർച്ചേസ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. ആമസോണിൽ അവൈലബിൾ ആണ്. കൂടാതെ ഫോർമുല എക്സിൻ്റെ സൈറ്റ് ഉണ്ട്, ഒഫീഷ്യൽ സൈറ്റ് ഉണ്ട്, അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. അവിടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ടൊരു കൂപ്പൺ കോഡ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആ കൂപ്പൺ കോഡ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആ കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് 100 രൂപ ഓഫ് കിട്ടും. ഓക്കെ, അപ്പം ഇനി പഞ്ചർ ഫ്രീ ഈ റൈഡുകൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ. ഇനിയിപ്പം നമുക്ക് ഓൾ ഇന്ത്യ റൈഡിന് വേണ്ടിയിട്ട് ഈ വണ്ടിയിലുണ്ടല്ലോ, ഇവിടെ ഒരു ബോക്സും ഈ 2 സൈഡിലുമായിട്ട് ലഗേജ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് വെച്ച് പോകാൻ പറ്റുന്ന രീതിയിലുള്ള 3 ബോക്സ് വേണം ടോട്ടലായിട്ട്. അപ്പോൾ ഞാൻ അതിന് ഓൺലൈനിലൊക്കെ നോക്കിയപ്പോഴത്തേക്കും നമുക്ക് നല്ല ക്വാളിറ്റി ബോക്സ് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ച് പോകേണ്ടതിന് ഏകദേശം 10,000-60,000 രൂപ റേറ്റ് വരും. നമുക്ക് അത്രയൊന്നുമില്ല. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ സൊല്യൂഷൻ്റെ കാഴ്ചകളുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വ്യത്യസ്തമായ ഐഡിയകൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും ബൈ.